നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ. വഞ്ചൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ ക്രൂരമായി മർദ്ദിച്ച് സീനിയർ അഭിഭാഷകൻ ബെയിലിൻ. ജോലിയിൽ നിന്ന് അകാരണമായി പറഞ്ഞുവിട്ടത് ചോദ്യം ചെയ്തതിന് സീനിയർ അഭിഭാഷക മർദ്ദിച്ചെന്ന് ജൂനിയർ അഭിഭാഷക അഡ്വക്കേറ്റ് ശ്യാമിലി ജസ്റ്റിൻ പരാതി നൽകി. തിരുവനന്തപുരം വഞ്ചൂരാണ് വനിതാ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ ക്രൂരമായി മർദ്ദിച്ച സംഭവമുണ്ടായത്. നീ ആരോടാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് മുഖത്തടിച്ച് നിലത്തിട്ടു. വീണ് കിടന്നിട്ടും വീണ്ടും മർദ്ദിച്ചു എന്ന് ശാലിനി പറയുന്നു. താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകാമെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ഒന്നുകിൽ ആ ജൂനിയറിനെ വോൺ ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് വോൺ ചെയ്യേണ്ടി വരും. അപ്പോൾ സാറ് പറ്റത്തില്ല, സാർ ഇറങ്ങി പോകാൻ നിന്നു. അപ്പം ഞാൻ ആ ജൂനിയറിനോട് പറഞ്ഞു, വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, വർക്ക് ചെയ്യുക, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ, എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞു. നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാറ് അവരുടെയൊക്കെ മുന്നേ വെച്ചിട്ട് എന്നെ അടിച്ച് ആദ്യം താഴെ വീണു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് എടുത്ത് വീണ്ടും അടിച്ചു. അപ്പോൾ സാർ എന്നിട്ട് പുറത്ത് പോകാൻ നിൽക്കുക, വീണ്ടും പോവാ. ഞാൻ പറയുക ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, വരികയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സാറിന് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, ഓഫീസിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, സാർ ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി. ഇതാണ് സംഭവം. ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നു. ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ശ്യാമിലിയോട് വളരെ മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ ഇതുപോലെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോവുകയോ ചെയ്തിട്ടുണ്ട്? മോശമായിട്ട് പെരുമാറുക, ഇതാ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ഭാഗമൊന്നും കേൾക്കില്ല. സാറിന് തോന്നുന്നത് പറയാ, ഫയൽസ് എടുത്ത് മുഖത്തെറിയുക. അത് എന്നോട് മാത്രമല്ല, ഈ ഓഫീസിലുള്ള മിക്ക ജൂനിയേഴ്സിനോടും ഇതാ. പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് നാളെ മുതൽ വരണ്ട, കാര്യവുമില്ല, കാരണവുമില്ല, ഒന്നും പറയില്ല, നാളെ മുതൽ ഓഫീസിൽ വരണ്ട. നമ്മളൊക്കെ ഒരു അടിമകളെ പോലെ എല്ലാം സാറ് പറയുന്ന എല്ലാം കേട്ടിരുന്ന കുഴപ്പമില്ല. അസോസിയേഷനിൽ ഞാൻ നേരിട്ട് പോയില്ല. ഓഫീസിൽ അസോസിയേഷന്റെ സെക്രട്ടറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അസോസിയേഷനിൽ നിന്ന് മാനേജിംഗ് കമ്മിറ്റി ആൾക്കാർ അവരൊക്കെ വന്നിട്ടുണ്ട്, അഡ്വക്കേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകൾ കണ്ടു നിൽക്കുകയാണ്. ഇല്ല, ആരും തടയാനായിട്ട്. അവരൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവരാരും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എന്നെ മുമ്പ് തല്ലിയിട്ടുണ്ട്, പക്ഷെ വേറെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ എന്ന് മുമ്പ് ഇതുപോലെ എന്റെ ഭാഗം. ഇപ്പൊ കേസിന്റെ കാര്യം, ഇപ്പൊ ഫൈനൽ റിപ്പോർട്ട് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിനെന്താ ഇതുവരെ കോപ്പി ആപ്ലിക്കേഷൻ ഇടാത്തെന്നൊക്കെ പറഞ്ഞ് ഫയൽസ് ഒക്കെ ഇങ്ങനെ വലിച്ചെറിയും, മുഖത്തൂടെ വലിച്ചെറിയും. ഡോക്ടറെ കാണിച്ചു, CT സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അടുത്ത നടപടി എന്താണ്? ഇതിനെതിരെ ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ബാർ കൗൺസിലിലും ബാർ അസോസിയേഷനിലും പരാതി കൊടുക്കും. മർദ്ദിക്കുന്നത് കൂടെയുള്ള സഹപ്രവർത്തകർ കണ്ടിരുന്നു. അവര് അത്ഭുതത്തോടെ നോക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുമോ. പെട്ടെന്നുള്ള പ്രകോപനത്തിലാണ്, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്ന് അവരാരും പിടിച്ചു മാറ്റാനൊന്നും വന്നില്ല. അതെ, ഒരിക്കലല്ല, 2-3 പ്രാവശ്യം. എനിക്ക് പിന്നീട് ആദ്യത്തെ അടി കിട്ടിയപ്പോൾ തന്നെ പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല. കൈ കൊണ്ടടിച്ചതാ. ഞാൻ പറഞ്ഞില്ലേ, സാർ എയർഫോഴ്സിലായിരുന്നു, പിന്നെ കടൽ പണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത്രയും 6 അടിയോളം പൊക്കമുണ്ട്. അത്രയും. പഹൽഗാം ആക്രമണത്തിലും ജമ്മു കാശ്മീരിലെ സ്ഥിതി വഷളാക്കിയതിലും ഒരു പങ്ക് സുപ്രീം കോടതിക്കുണ്ടെന്ന് മുതിർന്ന RSS നേതാവ് ജെ നന്ദകുമാർ. തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ പ്രഭാഷണത്തിലാണ് നന്ദകുമാർ വിവാദ പരാമർശം നടത്തിയത്. RSSന്റെ വൈജ്ഞാനിക ബൗദ്ധിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിഭാഗമായ പ്രജ്ഞപ്രവാഹിന്റെ ദേശീയ കൺവീനറാണ് ജെ നന്ദകുമാർ. തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം കേന്ദ്രത്തിന് നടപ്പാക്കേണ്ടി വരികയായിരുന്നു. കാശ്മീരിലെ സ്ഥിതി സാധാരണ നിലയിൽ എത്തുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. അങ്ങനെ അവിടെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന അവർക്ക് ആക്സസ് ഉള്ള സർക്കാർ അധികാരത്തിൽ വന്നു. കൊളേജിയം എമ്പുരാന്മാർ, കൊളേജിയം തിരുമേനിമാർ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ജഡ്ജിമാരെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് നന്ദകുമാർ. അവരിരുന്ന് അവരുടെ മക്കൾക്കും മരുമക്കൾക്കും കൂട്ടുകാർക്കും വീട്ടിൽ പണിയെടുക്കുന്നവർക്കും ജഡ്ജി ഉദ്യോഗം കൊടുക്കാൻ വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കി നന്ദകുമാർ പറയുന്നു. സുപ്രീം കോടതി തന്നെ ശിക്ഷിച്ചാലും പ്രശ്നമില്ല എന്ന ആമുഖത്തോടെയാണ് RSS നേതാവ് സുപ്രീം കോടതിക്കെതിരെ ആക്രമണം തുടങ്ങിയത്. നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേഡൽ ജൻസൺ രാജയ്ക്ക് ജീവപര്യന്തവും 15 ലക്ഷം രൂപ പിഴയും വഞ്ചൂർ അഡീഷണൽ സെഷൻ കോടതിയാണ് വെറുതെ പ്രസ്താവിച്ചത്.
ശിക്ഷാവിധിയിന്മേലുള്ള വാദം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ജഡ്ജി കെ വിഷ്ണു വിധി പ്രസ്താവിച്ചത്. കേഡൽ ജസൻ കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. 4 കൊലപാതകവും വെവ്വേറെയാണ് കണക്കാക്കിയത്. വീട് തീവെച്ച് നശിപ്പിച്ചത് 7 വർഷം തടവും തെളിവ് നശിപ്പിക്കുന്നതിന് 5 വർഷം തടവും അനുഭവിക്കണം. 12 വർഷം ആദ്യ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമേ ജീവപര്യന്തം പരിഗണിക്കൂ. 30 വർഷത്തോളം കേഡൽ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഓരോ കൊലപാതക കേസിനും 3 ലക്ഷം രൂപ വീത പിഴയടയ്ക്കണം. വിധി തൃപ്തികരമാണെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. 15 ലക്ഷം രൂപ ഒന്നാം സാക്ഷി ജോസിന് നൽകണം. കേഡൽ ജൻസന്റെ അമ്മാവനാണ് ജോസ്. ഓപ്പറേഷൻ സിന്ദൂറിന് പങ്കെടുത്ത സൈനികരെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടത്തിയത് ഇതിഹാസിക പോരാട്ടമായിരുന്നുവെന്ന് മോദിയുടെ അഭിനന്ദന വാചകം. ഭാരത് മാതാ കി ജയ് എന്നത് രാജ്യത്തിന്റെ ഓരോ സൈനികന്റെയും ശബ്ദമാണ്. ശതകോടി ഇന്ത്യക്കാരെ തലയുയർത്തി നിർത്തിയ ഇതിഹാസ പോരാട്ടമാണ് സൈന്യം നടത്തിയത്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും സൈനിക ചരിത്രത്തിൽ ഈ സേവനം സ്മരിക്കപ്പെടുമെന്നും മോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ നീതി, നിയമം, സൈനികക്ഷമത എന്നിവയുടെ ത്രിവേണി സംഗമമാണ്. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരരെ അവരുടെ മണ്ണിൽ കയറി വേട്ടയാടി. അധർമ്മത്തിനെതിരെ പോരാടുന്നത് നമ്മുടെ നാടിന്റെ പാരമ്പര്യമാണ്. 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. 100ഓളം ഭീകരരെ കൊലപ്പെടുത്തി. അവരുടെ വ്യോമാക്രമണം ചെറുത്തു. ഇനി രാജ്യത്തിന് നേരെ ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ ഇനി ഒരു മറുപടിയേ ഉള്ളൂ: വിനാശവും മഹാനാശവും. പാകിസ്ഥാന്റെ മണ്ണിൽ ഒളിച്ചിരുന്ന ആ ഭീകരരെ 3 സേനകളും ചേർന്ന് വധിച്ചു. പാക് സേനയെയും വിറപ്പിച്ചു. ഭീകരർക്ക് ഒളിച്ചിരിക്കാനുള്ള കേന്ദ്രങ്ങൾ ഒരുക്കാൻ കഴിയില്ല എന്ന് പാക് സൈന്യത്തോടും നിങ്ങൾ പറഞ്ഞു. ഇനി പാകിസ്ഥാന് കുറച്ചു കാലം സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നിങ്ങൾ രാജ്യത്തിന്റെ അഭിമാനം കാത്തു, ഒന്നിച്ച് അതിർത്തി കാത്തു എന്നും പ്രധാനമന്ത്രി സൈനികരോട് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.